ഐനെ കമാലാത്തെ ഇസ്ലാം ഹഖീഖത്തുൽ വഹി എന്ന ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് സറൂറത്തുൽ ഇമാം എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ ചില വശങ്ങൾ ബറാഹിനി അഹമ്മദിയിലും മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥാപിച്ചു. വളരെ സൂക്ഷ്മവും എങ്കിലും പെട്ടെന്ന് ഒരു സാധാരണ ബുദ്ധിക്ക് ചെന്നെത്താവുന്ന നിലയിൽ അതിൻ്റെ വശ്യമായ വിശദീകരണവും മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നാം കാണും. മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം, ഏതൊരു ശുദ്ധ ഹൃദയനും അതിന് കുറേ വിവരമല്ല വേണ്ടത്, ശുദ്ധമായിട്ടുള്ളൊരു ഹൃദയം, ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം ആ ഗ്രന്ഥങ്ങളുമായിട്ടുണ്ടാകുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ അത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. മസീഹ് ഗ്രന്ഥത്തിൽ നിന്ന് പലതും ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളും അപ്പോഴേ മനസ്സിലാവുള്ളൂ. മസീഹ് ചില ഇൽഹാം കേട്ടിട്ട് ചില ആളുകൾ എന്നോട് പറഞ്ഞു, അങ്ങനെയൊക്കെ എന്തിനാ ഇൽഹാം ഉണ്ടായില്ലേന്ന്. കാരണം ഇൽഹാമിൻ്റെ മറ്റ് വശങ്ങളെ കുറിച്ച് അവർക്ക് അറിയില്ല, എന്തുകൊണ്ടുണ്ടായെന്ന് മസീഹ് തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ അനുഭവങ്ങളാണ്, അതാണ് ഇപ്പോൾ നമ്മൾ പങ്കിടുന്നത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാന സംഗതി സച്ചെ ആ ജൂട്ടെ ഇൽഹാം, രണ്ട് തരത്തിലുള്ള ഇൽഹാമുണ്ട്. അതായത് ഒന്നിൽ സത്യത്തിൽ അധിഷ്ഠിതമായ ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച്, ഒരു വിവരത്തെക്കുറിച്ചാണ് അറിവ് നൽകുന്നതെങ്കിൽ, മറ്റൊന്ന് വ്യാജബന്ധിതമായിട്ടുള്ള, വ്യാജത്തിലധിഷ്ഠിതമായിട്ടുള്ള, കളവിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചുള്ള അറിവാണ് ലഭിക്കുക. അതിന് വീണ്ടും ഞാൻ നേരത്തെ പറയേണ്ട 3 തിരിവുകളാണുള്ളത്, 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ആസ്മാനി ഇൽഹാം, അഥവാ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കിൽ ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന, ദൈവികമായി ഇറങ്ങുന്ന ഇൽഹാമുകൾ. രണ്ടാമത്തേത് ഷെയ്ത്താനിൽ നിന്നിറങ്ങുന്ന ഇൽഹാമുകൾ. മൂന്നാമത്തേത് നഫ്സാനി ഇൽഹാം, അഥവാ നമ്മുടെ നഫ്സിൽ നിന്ന് സ്വയം, ഒരു മനുഷ്യൻ്റെ സ്വന്തം മനസ്സിൽ നിന്ന് വരുന്ന ഇൽഹാം. ഈ 3 തരത്തിലുള്ള ഇൽഹാമുകളിൽ ഷെയ്ത്താൻ്റെ സത്യമുണ്ട്, നഫ്സിൻ്റെ സത്യമുണ്ട്. ഷെയ്ത്താൻ്റെ കളവുണ്ട്, നഫ്സിൻ്റെ കളവുണ്ട്, അള്ളാഹുവിൻ്റെ സത്യമായിട്ടുള്ള ഇൽഹാമുകളുണ്ട്. ഇതിനെ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് മുജദ്ദിദൊക്കെ നടക്കുക. നഫ്സാനി ഇൽഹാമിൻ്റെ ആളുകൾ ചിലർ മുജദ്ദിദാവും, ഷെയ്ത്താനി ഇൽഹാമിൻ്റെ ആളുകൾ നബി ആവാറുണ്ട്. ചില ആളുകൾക്ക് നഫ്സാനി ഇൽഹാമും കൊണ്ട് ഞാനെന്തോ വലിയ ആളായി എന്നൊക്കെ തോന്നലുണ്ട്. ചില സ്വപ്നമൊക്കെ എന്നെ കാണുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർബിൻ്റെ ലക്ഷണമാണെന്ന് അവർ ധരിക്കാറുണ്ട്. ഒക്കെ അപകടങ്ങളാണ്. ഇതൊന്നുമില്ലാത്തവന് മണ്ണായി ജീവിക്കാറുണ്ട്. അവൻ പ്രത്യേകിച്ച് ദുനിയാവൊന്നുമില്ല, അവൻ വേറെ ലോകത്തും ജീവിക്കാറുണ്ട്. ഇനി ദൈവികമായ ഇൽഹാമിനെ കുറിച്ച് പല ഭാഗങ്ങളുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മറ്റിലേക്ക് കയറാം. ഒന്ന്, നബിമാർക്കുണ്ടാകുന്ന ഇൽഹാമുകൾ അഥവാ ദിവ്യബോധനങ്ങൾ, അത് പൂർണ്ണമായിട്ടും വിശ്വസനീയമായിരിക്കുമെന്ന് മാത്രമല്ല, സത്യത്തിൻ്റെ എല്ലാ കണങ്ങളും മാത്രം, സത്യത്തിൻ്റെ കണങ്ങൾ മാത്രം സംശയാസ്പദമായിട്ട് ഒന്നും അതിലില്ലാത്ത സ്വച്ഛന്തമായിട്ടുള്ള ദിവ്യബോധനങ്ങളാണ്. അതിൽ യാതൊരു സന്ദേഹത്തിനും വകയില്ല. ലാ റൈബ ഫീഹി എന്ന് ഖുർആൻ ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. അതിൽ സന്ദേഹപ്പെടേണ്ട ആവശ്യമില്ല, അപവാദങ്ങൾ ഉണ്ടാവുകയില്ല, വശ്യതയുടെ കുറവുണ്ടാവുകയില്ല, അള്ളാഹുവിൻ്റെ ഒരു സിഫത്തിനും എതിരായിരിക്കുകയില്ല, എല്ലാ സിഫത്തുകളെയും അംഗീകരിക്കുന്നതായിരിക്കും. അതാണ് പ്രവാചകന്മാർക്ക് ഇറങ്ങുന്ന ഇൽഹാമുകൾ. ഇനി രണ്ടാമത്തേത് ഔലിയാക്കൾക്ക് അഥവാ അള്ളാഹുവിൻ്റെ വരിഷ്ഠ ദാസന്മാർക്ക് ഇറങ്ങുന്ന ഇൽഹാമുകൾ. അത് സത്യമായിരിക്കും, പക്ഷേ അത് ദൈവികമായിട്ട് അമ്പിയാക്കൾക്ക് ഇറങ്ങുന്നതിൻ്റെ സത്യത്തിനുള്ള തെളിവുകളോട് കൂടിയാണ് അത് വരിക. ദൈവികമായിട്ട് ഇറങ്ങിയതിന് സത്യം എന്നതിന് തെളിവ് അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഖുർആൻ പറയുന്നു ലാ റൈബ ഫീഹി, അതിൽ റൈബില്ല. റൈബില്ല എന്ന് പറഞ്ഞാൽ സന്ദേഹമില്ല എന്ന് പറയാം, സംശയമില്ല എന്നല്ല. ആ സംശയം, റൈബ് എന്നുള്ളതിന് പഠനാർഹമായിട്ടുള്ള ഒരു സന്ദേഹമുണ്ട്. നമുക്ക് ഒരു സംശയം വന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ പിന്നീട് പഠിക്കാറുള്ളത്. അതിന് റൈബ് അറിയില്ല. അറിവിൻ്റെ കാര്യത്തിൽ നമ്മെ സഹായിക്കുന്ന ഒരു സന്ദേഹത്തെ ഒരിക്കലും റൈബ് എന്ന് പറയും. കുട്ടികൾക്ക് ഒരു കാര്യം പറയുമ്പോൾ അയാൾക്ക് സംശയം തോന്നിയിട്ടുണ്ടെന്ന് ചോദിക്കലുണ്ട്. അതാണ് പഠനത്തിൻ്റെ മാർഗം. അതിന് റൈബ് അറിയില്ല.
റൈബ് എന്ന് പറയുന്നത് ബദ് തന്നെ, അഥവാ ദുർധാരണ കൊണ്ടുണ്ടാകുന്ന സന്ദേഹത്തിനെയാണ്. അതല്ലെങ്കിൽ അവനവൻ അള്ളാഹ് നൽകിയിട്ടുള്ള ബുദ്ധി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളതിനെയാണ് റൈബ് എന്ന് ഭാഷയിൽ പറയുന്നത്. അതിന് തുഹ്മത്ത് എന്നൊരർത്ഥമുണ്ട്, അപവാദങ്ങൾ. അപ്പോൾ അതിന് അങ്ങനെയുള്ളത് നബിമാർക്കുണ്ടാകുന്നതിൽ ഇൽഹാമുകൾ അതിനൊക്കെ വിമുക്തമായിരിക്കും. ഒരിക്കലും അത് അപവാദ സൂചകമായിരിക്കുകയില്ല, ഒരിക്കലും അത് ദുർധാരണയിൽ അധിഷ്ഠിതമായിരിക്കുകയില്ല. അതുകൊണ്ട് ഒരാൾക്ക് ദുർധാരണ ഉണ്ടാവുകയുമില്ല. സകല അപവാദങ്ങളിൽ നിന്നും വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും അത് പ്രവാചകന്മാരെ വിമുക്തമാക്കാം, അള്ളാഹുവിനെ വിമുക്തമാക്കാം, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വിമുക്തമാക്കാം, മലക്കുകളുടെ സിഫത്തുകളെ വിമുക്തമാക്കാം, മനുഷ്യന്റെ പ്രകൃതത്തെ വിമുക്തമാക്കാം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ്, മനുഷ്യന്റെ പ്രകൃതം ശുദ്ധമാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. റസൂൽ തിരുമേനി ഖുർആൻ പറഞ്ഞു. പക്ഷേ മനുഷ്യൻ പ്രകൃതം ശുദ്ധമല്ല, അവൻ ആദമിൻ്റെ കാരണം പാപികളാണ്, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ പാപവുമായിട്ട് വരുന്നവനാണ്, അതല്ലെങ്കിൽ സ്വയം മനുഷ്യനെ 5 കാമം, ലോപം തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങളാൽ മനുഷ്യനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതിന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല എന്നിങ്ങനെ നമുക്ക് ഒരിക്കലും അള്ളാഹുമായിട്ട് അടുക്കുവാനോ നല്ലവനാകാനോ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു ചിന്താ സരണിയാണ് മനുഷ്യപ്രകൃതത്തെക്കുറിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് ലോകത്തുള്ളത്. അതിനെ മാറ്റുന്ന തെളിവുകളായിരിക്കും ഞാനീ പറഞ്ഞ അമ്പിയാക്കളുടെ ഇൽഹാമിലുള്ളതെങ്കിൽ, ഔലിയാക്കളുടെ ഇൽഹാമുകളിൽ തെളിവുകളെ തരാൻ നമുക്ക് കഴിയില്ല. അത് സത്യമാണ്. പക്ഷേ ആ ഇൽഹാം ഒരു തെളിവായിട്ട് നമുക്ക് വെക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. അത് അവർക്കുള്ള, അതെന്തിനാണെന്ന് പിന്നെ നമുക്ക് പറയാം. മറ്റൊന്ന്, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥം മനസ്സിലാകുന്ന അടയാളങ്ങൾ, ഹുജ്ജത്തോ തെളിവുകളോ അല്ലാത്ത വരിഷ്ഠദാസന്മാരുടെ ഇൽഹാം കൂടാതെ സാലിക്യങ്ങൾക്കുണ്ടാകുന്ന ഇസ്തിഫായി വഹി എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയും. സാലിക്ക് എന്ന് പറഞ്ഞാൽ സലൂക്ക്. 2 മാർഗങ്ങളാണ് അള്ളാഹുവിനെ പ്രാപിക്കാൻ അള്ളാഹ് വെച്ചിട്ടുള്ളത്. ഒന്ന് ജസ്ബിൻ്റെ മാർഗം, അഥവാ അള്ളാഹു ശുദ്ധ പ്രകൃതത്തോടുകൂടി മനുഷ്യനെ അള്ളാഹുവിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ തന്നെ സൃഷ്ടിപ്പിൽ തന്നെ ഉള്ളത്. അമ്പിയാക്കൾ റസൂലുള്ളാഹിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹുൽ മജ്സൂബാണ്. അള്ളാഹുവിലേക്ക് മാത്രമാണ് റസൂലുള്ളാഹിന്റെ ചിന്ത ഉണ്ടാവുക, വേറെ ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. കാരണം അത് ആ വിധത്തിലുള്ള ഒരു സൃഷ്ടിപ്പിലാണ്, അത്തരത്തിലുള്ള ഒരു പൈതൃകത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. അമ്പിയാക്കളും അങ്ങനെയാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ബറായിൻ അഹമ്മദിയുടെ 180-ാമത്തെ പേജ് മുതൽ 194-ാമത്തെ പേജ് വരെ ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നൂറു സമാവാത്തി വൽ അർളി മസലി നൂരിഹി കമിഷ്കാത്തിൻ എന്ന് തുടങ്ങുന്ന ആയത്ത് വെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ നൂർ എങ്ങനെയാണ് പ്രവാചകന്മാരിൽ പ്രകടമായിട്ടുള്ളത്, നബി തിരുമേനിയിൽ ആ നൂർ എങ്ങനെയാണെന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വന്നത്, ആ പ്രകൃതത്തിലുള്ള ആളുകളെ മജ്സൂബിങ്ങൾ, അള്ളാഹുവിലേക്ക് സ്വയം ആകർഷിക്കപ്പെട്ട ആളുകൾ എന്ന് പറയും. അങ്ങനെ ഒരാളാവും, പിന്നെ ഒരു കാലത്ത് അതാണ് ആയിത്തീരേണ്ടത്. പക്ഷെ അതിൻ്റെ മുമ്പുള്ള മാർഗം സലൂക്കിൻ്റെ മാർഗമാണ്. സലൂക്ക് എന്ന് പറഞ്ഞാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമ്മെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോയോ അതിൻ്റെ സുന്നത്തുകളെ പൂർണ്ണമായിട്ടും ആ വഴിയെ സ്വായത്തമാക്കുന്നത്, ആ വഴിയിലൂടെ പോയിട്ട് റസൂലുള്ളാഹ് കാണിച്ചു തന്ന വഴിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഒരു സാധാരണ മൃഗങ്ങളിൽ കാണാറുണ്ട്, മരുഭൂമികളിൽ വെള്ളം വറ്റുന്ന സമയത്ത് ഒരു മൃഗം വലിഞ്ഞു പോവും. അതിൻ്റെ പിന്നാലെ എല്ലാ മൃഗങ്ങളും പോലും, എല്ലാ ശത്രുതയും മറന്ന് അതിൻ്റെ പിന്നാലെ പോകും. മൈലുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം, ആഴ്ചകളോളം സഞ്ചരിച്ചെത്തുന്ന സ്ഥലത്ത് അവിടെ വെള്ളം ഉണ്ടാവും. നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ കാണാറുണ്ട്. മൃഗങ്ങളുടെ ജീവചരിത്രത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ മൃഗത്തിൽ ഒരു പക്ഷേ ആ മൃഗത്തിന് നേരത്തെ അവിടെ പോയ പരിചയം ഉണ്ടാവും, അതല്ലെങ്കിൽ അതിൻ്റെ ചിന്തയിൽ അല്ലാതെ അങ്ങനെ ഇട്ടുകൊടുത്തിക്കാണ്. പക്ഷെ അതിനെ അനുഗമിക്കുന്നു പോകുന്ന മൃഗങ്ങളെ നമുക്ക് സാലിക്യങ്ങൾ എന്ന് പറയാം. മറ്റത് മജ്സൂബാണ്. അവന് ദൈവികമായിട്ട് കൊടുക്കപ്പെട്ട ഒരു ദൈവദത്തമായിട്ടുള്ള ഒരു ശക്തിയിൽ പോകുന്ന ആള്, അയാൾ അനുഗമിക്കുന്ന ആളുകളെ സാലിക്യങ്ങൾ എന്ന് പറയും. അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാകുന്ന വഴിയുണ്ട്. അതിലും ദൃഷ്ടാന്തങ്ങളോ അടയാളങ്ങളോ ഹുജ്ജത്തുകളോ തെളിവുകളോ എന്നുള്ളത് അവരുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. 4-ാമത്തേത്, മോമിനിങ്ങൾക്കും സാലിക്യങ്ങൾക്കും, സലൂക്കിനിക്ക് മലയാളത്തിൽ ഞാൻ എങ്ങനെയാണ് യജ്ഞികൾ എന്ന് നമുക്ക് പറയാം. തീവ്രയജ്ഞികൾ, അള്ളാഹുവിനെ പ്രാപിക്കുന്ന, അള്ളാഹുവിൻ്റെ ഖുർബിന് വേണ്ടി തീവ്രയജ്ഞം ചെയ്യുന്ന ആളുകൾ. ആ തീവ്രയജ്ഞം ചെയ്യുന്ന ആളുകൾക്കും
അതേപോലെ തന്നെ സത്യവിശ്വാസികൾക്കും. ഞാൻ പറയുന്ന സത്യവിശ്വാസി പറഞ്ഞൊരു സാധാരണ പദവിയിൽ നിന്ന് സ്വല്പം മുമ്പോട്ട് കയറിയ ആളാണ്. അതായത് എൻ്റെ കയ്യിൽ ഞാനൊരു സാധനം പിടിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് ദിവസവും ഇതാ കയ്യിൽ സാധനം കൊണ്ട് തരാം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് അതല്ല, ഞാൻ ചില സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാൽ അതിലൊന്നും ഉണ്ടാകാതിരിക്കലുണ്ട്. അതേ സമയത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്, കിട്ടും, എന്താണെന്ന് അറിയില്ല, പക്ഷെ ഉണ്ട് എന്ന് എന്നും കിട്ടുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന വിശ്വാസം ഉണ്ടല്ലോ, ആ സത്യവിശ്വാസിയാണ് ഞാൻ അവിടെ എടുത്ത് പറയുന്നത്. എപ്പോഴേലും കിട്ടുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന സാധാരണ നമ്മൾ കളിപ്പിക്കുന്ന അർത്ഥത്തിലുള്ളതല്ല. അത്തരത്തിലുള്ള മോമിനിങ്ങൾക്കും ആ വിധത്തിൽ സാലിക്യങ്ങൾക്കും ഉണ്ടാകുന്ന ഇബ്തിലായി വഹി എന്ന് പറയും. അഥവാ അവർക്കുണ്ടാകുന്ന പരീക്ഷണാർത്ഥമുണ്ടാകുന്ന ഇൽഹാമുകൾ, ദിവ്യബോധനങ്ങൾ, അത് ഒരു പരീക്ഷണത്തിന് കാരണമായിത്തീരും. മറ്റൊന്ന്, ഖലീഫത്തുൽ മസീഹ് സാനി ഒരു പ്രത്യേക ടെക്നിക്കൽ ടൈമിലാണ് അതിനെ ഉപയോഗിച്ചത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിനെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ടേം ഉപയോഗിക്കുന്നില്ല. സാനി അതിനെക്കുറിച്ച് ജബീസി വഹി എന്നാണ്. ജബീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നായി നിന്ന് കുരച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വാലാട്ടി ഇങ്ങനെ പിന്നാലെ അടക്കുകയാണെങ്കിൽ നമ്മളൊരു കഷ്ണം ഇട്ട് കൊടുക്കാൻ, നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതിൻ്റെ ആഗ്രഹം കൊണ്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഉണക്ക കഷ്ണത്തിന്, ശുഷ്കമായ കഷ്ണത്തിനാണ് ജബീസ് എന്ന് അറബിയിൽ പറയുന്നത്. ജബേസുൻ എന്ന് പറയുന്നത് ഉണങ്ങിയ റൊട്ടി കഷ്ണം അല്ലെങ്കിൽ മാംസത്തിൻ്റെ കഷ്ണം. ചില ആളുകൾക്ക് ഇൽഹാം വേണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അത് നമ്മൾ ചോദ്യമൊക്കെ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം അതായിരുന്നു. ഇൽഹാം നമുക്കും കിട്ടണമല്ലോ എന്ന്. വാസ്തവത്തിൽ അള്ളാൻ്റെ കുർബിന് വേണ്ടി ഇൽഹാം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, അതിലുപരിയായിട്ട് ഞങ്ങൾക്കും അള്ളാൻ്റെ അടുത്തൊരു സ്ഥാനമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണം. അതിനുവേണ്ടി നമുക്ക് ഇൽഹാം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക്, അവർക്ക് അള്ളാഹ് സാധാരണ നമ്മൾ പാലാട്ടിന് നായനിട്ട് കൊടുക്കും പോലെ ഇട്ടുകൊടുക്കും. സത്യം തന്നെയാണത്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ല. അതിൽ വലിയ കാര്യമാണെന്ന് കരുതുന്ന ആളുകളുണ്ട്. അത് അവർക്ക് വലിയ ഭയങ്കര അപകടങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വഴി കൂടിയാണത്. ഇൽഹാമിൻ്റെ ഞാൻ അത്തരത്തിലുള്ള ആളെ കണ്ടിട്ടുണ്ട്. ഒരാളോടൊരിക്കൽ 89 തോന്നുന്നു, അത് 88 എനിക്കറിയില്ല, ഒരാളോട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ടി വന്നു. മൊത്തത്തിൽ ക്ലാസ് എടുത്താണ്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന്, നിങ്ങളൊരു 4-5 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് വന്നാണെങ്കിൽ ഈ വിഷയം ഞാൻ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്നുള്ള എന്നെ കാക്കുമായിരുന്നു. അപകടം സംഭവിച്ചതിന് ശേഷമാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഇൽഹാം ഉണ്ടാവാറുണ്ട്. അദ്ദേഹം ധരിച്ചത് എനിക്ക് ഇൽഹാം ഉണ്ടെന്ന് ജനങ്ങളോട് പറയാൻ തുടങ്ങി. ആളോട് ഞാൻ വന്ന് പുറത്താക്കി. പെട്ടെന്ന് ആളുകൾക്ക് എന്താ തോന്നുന്നു, ഇൽഹാം ഉണ്ടാകുന്ന ആളെ പുറത്താക്കിയപ്പോൾ എന്താ അത് മോശമല്ലെന്ന് തോന്നും. പക്ഷേ ഖലീഫ ഭക്തന് അറിയാതെ എന്താണെന്നുള്ളത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മാപ്പി വെച്ച് അദ്ദേഹം മനസ്സിലായ സംഗതി, അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോകും. ഇത് ആർക്കും സംഭവിക്കാവുന്നതാണ്, എനിക്കും നിങ്ങൾക്കൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിനെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ ഡെപ്തിൽ എന്ത് പറഞ്ഞു തന്നു എന്ന് നമ്മൾ ധരിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതൊക്കെ അള്ളാഹു നിന്ന് കിട്ടുന്ന ദൈവികമായ ഇൽഹാമിനെ കുറിച്ചാണ് ഇത്രയും ചർച്ച ചെയ്യുന്നത്. ശൈത്താൻ്റെ കാര്യം വേറെ പറയാനുണ്ട്, നഫ്സാനിയും വേറെ ഉണ്ട്. അതിൽ 6ാമത്തെ ഘട്ടം 7 ആണുള്ളത്. 6ാമത്തെ ഒരു ഇൽഹാമ് ചില മൂമിനല്ലാത്ത ആളുകൾക്കുണ്ടാവും. അവരുടെ പ്രകൃതത്തിൽ തന്നെ ശുദ്ധത ഉണ്ടാവും, ഇൽഹാം സ്വീകരിക്കാനുള്ള കഴിവ്. സ്വപ്നങ്ങളായിട്ടും മറ്റു പല വിധത്തിലും അവർക്ക് കിട്ടും. കാരണം അവർ ശുദ്ധ പ്രകൃതരായിരിക്കും. ഇൽഹാമിൻ്റെ ഒരു പ്രകൃതം അവർക്കുണ്ടാവും. അത് മൂമിനാകണമെന്നില്ല. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മുല്ല സ്റ്റിച്ചിങ് മെഷീൻ കണ്ടുപിടിച്ചത് അങ്ങനെയാണെന്ന് തൻ്റെ റെവല്യൂഷൻ നാഷണാലിറ്റിയിൽ പറയുന്നുണ്ട്. അത് ആ പ്രകൃതം ഒരു ആത്മാർത്ഥ. ലൂയി പാസ്റ്ററുടെ പേപ്പട്ടി വിഷത്തിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിച്ചതും ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ലിഖാ അൽ അറബിൽ പറയുന്നുണ്ട്, സദസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പം മരുന്ന്, കെമിക്കൽ കെമിസ്ട്രിയിലുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം, ഒരു ആളുടെ ഒരു സ്വപ്നം ഒരു വാല് വിഴുങ്ങുന്ന പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടതാണ്. എങ്ങനെ മരുന്നിനെ സംരക്ഷിക്കാമെന്ന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇൽഹാമിയായിട്ടുള്ളൊരു വഹിയാണതെന്ന് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അതിനെക്കുറിച്ചും റെവല്യൂഷൻ നാഷണാലിറ്റി എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്.
അതുകൊണ്ട് വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ വലിയ നേട്ടങ്ങളെ ഒരു പ്രധാനപ്പെട്ട കണ്ണി അതായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു സയൻറ്റിസ്റ്റിന് കിട്ടിയ, അള്ളാഹുവിന് കിട്ടിയത്, അത് പ്രകൃതമാണത്. മറ്റൊന്ന് വഹി തുഫേലി എന്ന് ഖലീഫത്ത് മസീഹ് സാനി നിർവചിക്കുന്നു. തുഫേലി എന്ന് പറഞ്ഞാൽ അത് കുഫാര്യങ്ങൾക്കും അതേപോലെ തന്നെ നല്ലവർക്കും ഉണ്ടാവും, പക്ഷെ കുഫാര്യങ്ങൾക്കും ദൈവികമായി തന്നെ അങ്ങേയറ്റം നികൃഷ്ടമായ ജീവിതം നയിക്കുന്ന ആളുകൾക്കും ഉണ്ടാവും അള്ളാഹു എന്നുള്ള ഇൽഹാം. അതെന്താണെന്ന് വെച്ചാൽ ഇർഷാദ് എന്ന നിലയിലാണെന്ന് പറയാം. പ്രവാചകന്മാർ വരുന്ന സമയത്ത് പ്രവാചകന്മാരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹു തൻ്റെ കരുണയോടുകൂടി കൊടുക്കുന്ന വഹികളാണത്. അതിലൂടെ അവർക്ക് പ്രവാചകന്മാർക്ക് എന്താണ് ഉണ്ടാവുന്നത് മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ മോശപ്പെട്ട ആളുകൾക്കുണ്ടാവാം. ഇങ്ങനെ 7 തരത്തിലുള്ള ദൈവിക ബോധനങ്ങളെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നു, പ്രത്യേകിച്ച് ഹഖീഖത്തുൽ വഹിയിൽ. ഇനി നമുക്ക് ഇതൊക്കെ ദൈവികമായ വഹികളാണ്. അടുത്തത് ഷൈത്താൻ്റെ വഹി എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. മസീഹ് മൗഊദ് അതിന് വളരെയധികം എഴുതിയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മളിപ്പോൾ വഹിയിലുള്ള വിശ്വാസം ഉണ്ട് എന്നുള്ള വിശ്വാസമല്ല, അതെന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നാണ് വിശദീകരിക്കുന്നത്. നമുക്കെവിടെ അപകടം സംഭവിക്കാം, നമുക്കതിന് എന്ത് കിട്ടും, നമുക്കെങ്ങനെ ആ മണ്ഡലത്തെ കൈയടക്കാം, അതല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് കാല് വെക്കാം. കൈയടക്കാൻ സാധിക്കില്ല, അതിൻ്റെ വാക്കിൽ നിന്ന് വന്നൊരു പെശകാണെന്ന് മനസ്സിലായി. അതിലെങ്ങനെ കാല് വെക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷൈത്താനിയായിട്ടുള്ള ഇൽഹാമിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സത്യമായിട്ടുള്ള ഇൽഹാമിൽ ഷൈത്താൻ ചിലത് കട്ടുണ്ടോന്ന്. വാക്ക് പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ അതൊരു സത്യമാണ്. ഖുർആൻ പറയുന്നു, ഇല്ലാമൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. ഖുർആൻ്റെ വചനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ പറയാണ്, ചില ദൈവികമായ കാര്യങ്ങൾ ലോകത്ത് വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഷൈത്താൻ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഇടയിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് കൊണ്ടുപോകും. അവനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഷിഹാബ് സാഖിബ് അള്ളാഹു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇൽഹാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ ആയത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഴുതുന്ന ഒരാൾക്ക് ചെറിയൊരു ഇൽഹാം ഉണ്ടായി. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഷൈത്താൻ തട്ടിക്കൊണ്ടുപോയതല്ല, പക്ഷെ അയാൾക്കത് ആദ്യം ഉണ്ടായി, പിന്നെയാണ് റസൂലുള്ളാഹിക്ക് ഉണ്ടായത്. ആൾ പറഞ്ഞു, ഞാനത് എഴുതട്ടെ എന്ന് ചോദിച്ചു. ആദ്യത്തെ ഭൗതികമായിട്ടുള്ള സൃഷ്ടിപ്പുകൾ മനുഷ്യൻ്റെ, അതിനനുഗുണമായിട്ട് അതിന് താദാത്മ്യത്തോടു കൂടിയുള്ള ആത്മീയമായ സൃഷ്ടിപ്പ്, ഈ 2 സൃഷ്ടിപ്പിൻ്റെയും താദാത്മ്യതയും അതിൻ്റെ ഒന്നിനൊന്ന് അനുക്രമമായിട്ടുള്ള വളർച്ചയും, അതായത് ശാരീരികമായിട്ടുള്ള വളർച്ചയിലുള്ള അനുക്രമമായ വളർച്ചയ്ക്ക് അനുഗുണമായിട്ട് തന്നെ അതിൻ്റെ അതേപോലെ തന്നെ അതിനോട് താദാത്മ്യം വെച്ചുകൊണ്ടുള്ള ആത്മീയമായിട്ടുള്ള വളർച്ച, റൂഹിൻ്റെ വളർച്ചയും രണ്ടും പരാമർശിച്ച പ്രാരംഭ വചനങ്ങളാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ ആദ്യമുള്ളത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്നുള്ളത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബറാഹിനെ അഹമ്മദിയുടെ 5-ാം വാള്യത്തിൽ അതിന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നല്ല വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഏകദേശം 10-20ഓളം പേജുകളുണ്ട്. ഉറുദു വളരെ സിമ്പിളാണ്, സാധാരണ ഉറുദു വായിച്ച ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത്രയും മസീഹ് അലൈഹിയുടെ അവസാനത്തെ ഗ്രന്ഥങ്ങളായതുകൊണ്ട് വളരെ സിമ്പിളാണ്, വായിക്കാൻ നല്ല രസമുള്ള സ്ഥലമാണ്. അതിന് ഞാൻ ഒരിക്കൽ റംദാനിൽ അതിനെക്കുറിച്ചൊരു ചെറിയ ക്ലാസ് 2 ക്ലാസ്സുകൾ എടുത്തിരുന്നു, രണ്ടും. പക്ഷെ അത് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഏതായാലും അത് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് വരുന്നതിന് മുമ്പ് വഹി കാത്തിബെ വഹി എഴുതിക്കൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹി ഉബൈ ബിൻ സറഹ് എന്ന സഹാബി പറയാണ്, യാ റസൂലുള്ളാഹി ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുകൂടെ ഞാനൊന്ന് എഴുതിക്കോട്ടെ എന്ന് വെച്ച്. റസൂലുള്ളാഹി വേണ്ടെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് അതേ വഹി ഇറങ്ങി, ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അതിപ്പോൾ ഞാനും മുഹമ്മദ് ഒരേ മാതിരി തന്നെയാണെന്ന്. മുഹമ്മദിന് തോന്നലാണെങ്കിൽ നൗദുബില്ലാഹി മിൻ ദാലിക് എനിക്കും തോന്നലാണ്. എനിക്കും തോന്നുന്നുണ്ട്, അങ്ങനെ പിന്നെ മൂപ്പര് പിന്നെ പോകേണ്ട ആവശ്യമില്ല. മുഹമ്മദിന് വഹിയാണെങ്കിൽ എനിക്കും വഹിയുണ്ട്, അപ്പോഴും എനിക്ക് മൂപ്പര് പിന്നെ പോകേണ്ട ആവശ്യമില്ല. അതവിടെ മടക്കി വെച്ചിട്ട് നീച്ചു പോയി. ഈ അപകടങ്ങളാണ് നമ്മൾ പല ആളുകൾക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് നിന്ന് പുറത്താക്കി അപ്പോൾ ഇൽഹാം ഇറങ്ങാൻ തുടങ്ങും. ചില ആൾക്കാർക്ക് പുറത്താകുമെന്ന് തോന്നുമ്പോഴാണ് തുടങ്ങുക. അതങ്ങനെ നല്ലോണം തോന്നിയിട്ടാണ് പുറത്ത് പോകും.
ചില ആളുകൾക്ക് അവരവരുടെ ചില പ്രത്യേകമായിട്ടുള്ള നല്ല ഗുണങ്ങൾ അള്ളാഹു അവരിൽ കണ്ടതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ അഹംഭാവം മൂക്കുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ശരിയാണോ എന്ന് തോന്നിയിട്ട് അതിൻ്റെ പിന്നാലെ പോകാൻ തോന്നും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്, പഴച്ചുകൊണ്ടിരിക്കുന്ന കാലവുമാണ്. ഇപ്പോഴത്തെ സമകാലിക ലോകത്ത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഷെയ്ത്താൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഖുർആന്റെ വഹികൾ വരെ ചില ആളുകൾ അതിൻ്റെ അടിയിൽ നിന്ന് ഷെയ്ത്താൻ എടുക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ ഈ ഇപ്പം മഴ പെയ്യാൻ മുറ്റി നിൽക്കുമ്പോഴേ മഴ നിലത്തേക്ക് വീണിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ കിണറ്റിലെ വെള്ളം കുറച്ച് പൊന്തി വരും. കിണറ്റിലെ വെള്ളം സ്വല്പം മുമ്പോട്ട് പൊന്തി വരും, മഴ നിലത്തേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഭൗതികമായിട്ട് കാണുന്ന ഈ ആത്മീയ വർഷം മുകളിൽ മുറ്റി നിൽക്കുമ്പോൾ താഴെയുള്ള ചില ആളുകൾക്ക് ആ ശക്തികൾ ഉള്ള പ്രകൃതത്തിലുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ശക്തികൾ പുറകോട്ട് വരും. ഇതും ഒരു വശമാണ്. ഇത് കൂടാതെ അതിറങ്ങിക്കഴിയുമ്പോൾ അതിന് അവരുടേതാണെന്ന് അവർ ഫ്രീക്വൻസി അതിനനുസരിച്ച് സെറ്റ് ചെയ്താണ് എന്ന് നമുക്ക് വേണമെങ്കിൽ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പറയാം. അതിപ്പോൾ നിങ്ങളൊരു കുട്ടിക്ക് കേൾക്കുന്ന സൗണ്ട്, ചെറിയ കുട്ടിക്ക് കേൾക്കുന്ന സൗണ്ട് വലിയൊരു കേൾക്കില്ല. അതുകൊണ്ടാണ് കുട്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എന്തിനാ കുട്ടി കരയണമെന്ന് നമുക്ക് തോന്നുന്നില്ല. ചെറിയ കുട്ടികൾ കരയും, അവൻ കേൾക്കുന്ന അതിൻ്റെ ഫ്രീക്വൻസി എല്ലാം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് പറയാൻ എളുപ്പമുണ്ട്. നമുക്ക് പല മുടി വെട്ടുന്ന എഫക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ നമ്മളെ ഓഡിയോ വെട്ടണമെന്ന് നമുക്ക് തോന്നല്ലേ. ഓഡിയോ എഫക്റ്റ് ചെയ്യാൻ കഴിയും. അത് വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ നമ്മെ സ്വാധീനിക്കുന്നതാണ്. അപ്പം അത് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് അല്ല പറയുന്നത്. അതുപോലെ ദൈവികമായിട്ടുള്ള ഈ ഇൽഹാമുകളിൽ നിന്ന് ആ ഫ്രീക്വൻസിയിൽ എടുത്തുകൊണ്ട് പോകുന്ന ഷൈത്താന്മാരുണ്ട്. ഷൈത്താൻ തന്നെ, ഒറിജിനൽ ഷൈത്താൻ തന്നെ, മനുഷ്യൻ്റെ ഷൈത്താനല്ല, ഒറിജിനൽ ഷൈത്താൻ. അവർ ഷൈത്താനുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് ഇത് കൊടുക്കും. അങ്ങനെ അവരും സത്യമായിട്ട് ചില കാര്യങ്ങൾ പറയും. അവിടെ നമുക്ക് പ്രവാചകൻ്റെ ശത്രുക്കളെ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും ഒരു ഇൽഹാമിൻ്റെ വശമാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഇതൊരു ഇത്തിഫാഖി അഥവാ ഒരു യാദൃശ്ചിക സംഭവങ്ങൾ എന്നതിലുപരി ഒരിക്കലും ഒരു ഇൽഹാമിൻ്റെ ശക്തമായിട്ടുള്ള തെളിവുകളോ അതിൻ്റെ സ്വാധീനമോ സ്പഷ്ടതയോ വ്യക്തതയോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഇൽഹാമാണത് പുലർന്ന് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു വശം നഫ്സാനി ഇൽഹാമാണ്. ഇതിൽ നമ്മളൊക്കെ പെട്ടുപോകാൻ സാധ്യതയുള്ളതാണ്, പലർക്കും പെട്ടെന്ന് വരാൻ പോകുന്ന സംഗതിയാണ്. നഫ്സാനി ഇൽഹാം എന്ന് പറഞ്ഞാൽ ശാരീരികേച്ഛാപരമായിട്ടുള്ള ശരീരത്തിൻ്റേതായിട്ടുള്ള അഥവാ മാനസികമായിട്ടുള്ളൊരു അവസ്ഥയാണ് നഫ്സാനി ഇൽഹാം. അതെങ്ങനെയെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധി ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കും, വെറുതെയും പ്രവർത്തിക്കും ചില സമയത്ത്. ഉദാഹരണമായി നമ്മൾ സ്വപ്നം കാണുന്നതിൻ്റെ ഒരു സാധാരണ സയൻറ്റിഫിക് വശം ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. നമ്മൾ പല കാര്യത്തെക്കുറിച്ചും ആലോചിക്കും, പല സമയത്ത് ആലോചിക്കും. പല വിവരങ്ങളും നമ്മുടെ മണ്ടയിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വ്യത്യസ്ത സെല്ലുകളിൽ അത് പല ന്യൂറോൺസിലായിട്ട് അത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേകമായി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ റിയലൈസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ബോധപൂർവ്വം റിയലൈസ് ചെയ്യും, ചിലപ്പോൾ ബോധപൂർവ്വം അല്ലാതെയും റിയലൈസ് ചെയ്യും. ഇതിൽ വ്യത്യസ്ത ഡാറ്റകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഏതൊരു സാധനം കൊടുത്തിട്ട് ഡാറ്റ തിരയും പോലെ ഈ സാധനം, ഈ ഒരു സ്വാധീനം അതിനെ തിരഞ്ഞുകൊണ്ടിരിക്കും മണ്ടയിൽ പല വിവരങ്ങളെ. ആ വിവരങ്ങളെയൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു വിവരമായിട്ട് സ്വപ്നമായിട്ട് ചിലപ്പോൾ നമ്മൾ മുമ്പിലിട്ട് വരും. ചിലപ്പോൾ നമ്മൾ വായിൽ നിന്ന് എന്തെങ്കിലും വന്നൊന്നും വരും. ചിലപ്പോൾ നമ്മൾ അശരീരി കേട്ട പോലെ തോന്നും. ഇത് നഫ്സാനി ഇൽഹാം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു ഇൽഹാം, നഫ്സിൻ്റെ ഇൽഹാം ഇത്. ഇനി മറ്റൊന്ന് ചില അസുഖങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പേപ്പട്ടി കടിച്ച്, പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണമാണ്. പേപ്പട്ടി കടിച്ച 12 ദിവസം മുതൽ അതിൻ്റെ വിഷബാധയുടെ അടയാളങ്ങൾ തുടങ്ങി. 2 മാസം ആകുമ്പോഴേക്കിനും അത് പൂർണ്ണമായിട്ടും അതിൻ്റെ സമ്പൂർണ്ണതയിലെത്തും. 12 ദിവസം മുതൽ 2 മാസം വരെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരാളെ ബാധിച്ച് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യനൊരു പേപ്പട്ടി അടിച്ച്, അതിനുശേഷം വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ പേപ്പട്ടി ബാധ 12 ദിവസം ആകുമ്പോൾ ഇവനെ ബാധിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അറിയില്ല.
ഈ സമയത്ത് അവൻ്റെ ബുദ്ധിയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ അവൻ പറയും. അത് അനിതര സാധാരണമായിരിക്കും ചിലപ്പോഴേ. ആ കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തിനോട് തൻ്റെ മരണത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ആളെ പേപ്പട്ടി അടിച്ചു നാളെ അറിഞ്ഞിട്ടൊന്നുമില്ല. അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഇൽഹാമുകൾ ഉണ്ടാവും. ചില രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നത് നമ്മൾ അറിയുന്നില്ല, പിന്നീടാണ് അറിയുന്നത്, വ്യക്തമായിട്ട് അറിയുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള മനസ്സിനെ ബാധിച്ചുകൊണ്ട് മറ്റുള്ള ഒരു കാലത്തേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ചില പുതിയ ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും പറയൽ പാരാസൈക്കോളജി, അതെന്താണെന്ന് തിരിയാതെ കുറേ ആൾക്കാർ അതിൻ്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളാൾക്കാരും ചില ആൾക്കാർ നമ്മളൊന്ന് മാറിപ്പോയവരൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിലപ്പോൾ ഒരു മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ മരണം പെട്ടെന്നൊരു പ്രക്രിയയല്ല, അത് മരണത്തിലേക്കുള്ള പ്രയാണമാണത്. അത് മാനസികമായിട്ട് അയാൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ കാര്യങ്ങൾ വിവരിക്കും പോലെ വിവരിക്കും. ഇത് നഫ്സാനിയായിട്ടുള്ള ഇൽഹാമിൻ്റെ ഒരു വശമാണ്. അതിന് അയാൾക്ക് പടച്ചോനെ ഇൽഹാമുണ്ടായിട്ട് നബിയുടെ മാതിരിയാണെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ അയാൾക്ക് എന്തോ ഒരു പ്രത്യേക അസാധാരണ ശക്തിയുണ്ട് എന്നൊക്കെ വൈഭവങ്ങളുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. മറ്റൊന്ന്, മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ചിന്തിച്ച് കിടന്നുറങ്ങും, ഒരുപാട് ചിന്തിച്ചിട്ട്. ആ ചിന്തയുടെ ആഴം ഒരു ഭാഗത്ത് ബാക്കി വെച്ചിട്ട്, അതിൻ്റെ പിന്നെ ചിന്ത ഒരു ഭാഗത്ത് ബാക്കി വെച്ചിട്ടാണ് അയാൾ ഉറങ്ങുള്ളൂ. അതിന് ഉറങ്ങൂല. ചില മാതാക്കൾ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കുട്ടി മായെന്ന് പറഞ്ഞാൽ തട്ടിക്കൊടുക്കും, അതിൻ്റെ അപ്പുറത്ത് പടക്കം പൊട്ടിച്ചാലും അവരറിയില്ല. കാരണം അതൊരു ഭാഗത്ത് ഒരു സെൻസ് അതിൻ്റെ പുറത്തുണ്ട്. ഇങ്ങനെയുള്ള ചിന്തയുള്ള ആളുകൾക്ക് അവർ സ്വപ്നത്തിൽ ഈ കാര്യങ്ങൾ കാണും. ചിലപ്പോൾ അവർ വായിൽ പറയും ചെയ്യും. ഉറക്കുന്ന എണീറ്റ ഉടനെ തന്നെ വായിൽ വരും, അല്ലെങ്കിൽ അശരീരി കേൾക്കും. അങ്ങനെ പല ഇൽഹാമുകളുണ്ടാകും. അതും നഫ്സാനി ഇൽഹാമാണ്, അഥവാ ശാരീരികമായിട്ട് ഉള്ള അവൻ്റെ ബാധയുടെ ഭാഗമായിട്ട് വരുന്ന ബോധനമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യന് സത്യമായിട്ടുള്ളതാണ്. ഇതൊന്നും കളവല്ല. ഇതൊക്കെ തന്നെ തഖ്ദീറെ ആം എന്ന് പറയും. പണ്ട് ഞാൻ തഖ്ദീറയിലായിട്ട് ക്ലാസ് എടുത്ത് എനിക്ക് ഓർമ്മയാണ്, ശരിയാവും. അതായത് പൊതുവായിട്ടുള്ള ഒരു വിധിയുണ്ട്, അള്ളാഹുവിൻ്റെ പൊതുവായിട്ടുള്ള ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളനുസരിച്ച് വരുന്ന വഹികളാണ്, അല്ലെങ്കിൽ ഇൽഹാമുകളാണ്. അതിൽ സവിശേഷതയൊന്നുമില്ല. അതിൽ പുതിയതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അത് സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ദിവ്യത്വം കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമാണ്. അതിന് അസാധാരണത്വമൊന്നുമില്ല. സാധാരണ അള്ളാഹുവിൻ്റെ വിധിയിലുള്ള, സാധാരണ അള്ളാഹുവിൻ്റെ നിയമങ്ങളിലുള്ള, നിയതികളിലുള്ള ചില പ്രകടനങ്ങൾ മാത്രമാണതെന്ന് മനസ്സിലാക്കണം. ഇനി ഇത് കൂടാത്തൊരു സംഗതി ഇവിടെ ഇതിലുണ്ട്. खलीफत मसानी रज़ियल्लाहु तआला अन्हु मगर एक किस्म नफसानी ख्वाहिशात की और भी हैं जो खालिस नफसानी होती है मगर फिर भी कभी सच्ची हो जाती है और परागंदा ख्वाब है. അതായത് മനുഷ്യൻ്റെ നഫ്സാനിയായിട്ടുള്ള ചിന്തകൾ തന്നെയാണ്, അവൻ്റെ ശരീരത്തിലുള്ള ചിന്ത തന്നെയാണ്, ശാരീരികമായിട്ടുള്ള ചിന്ത തന്നെയാണ്. അത് ചില സമയത്ത് സത്യമായിരിക്കും, വളരെ തികച്ചും മനുഷ്യൻ്റെ ശാരീരിക ചിന്തയാണ്, സത്യവുമായിരിക്കും. പക്ഷെ അതും ഒരു ദുസ്വപ്നം പോലെയാണ് കിട്ടുക. സ്വപ്നങ്ങൾ ഞാൻ അങ്ങനെ കണ്ട് സ്വപ്നം കണ്ട് കുറേ നമ്മുടെ അടുത്ത് കീഴിലുള്ള ആൾക്കാർ വരാണ്. എന്തായാലും ഒരു വ്യാഖ്യാനം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ പറയൽ പാവങ്ങൾ. അതധികവും ഈ സ്വപ്നത്തിലാണ് വരല്. അതായത് സാധനം ദുസ്വപ്നമാണ്, പക്ഷെ സത്യവുമായിരിക്കും. അതും ഇൽഹാമിൻ്റെ ഒരു വശമാണ്. അതായത് പ്രകൃതത്തിൽ, മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അള്ളാഹ് ഇട്ട് കൊടുത്താണ്. അതാണ് ഈ 40-ലൊരു അംശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, സ്വപ്നം, നല്ല സ്വപ്നങ്ങൾ 40-ലൊരു അംശമാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? അതിൻ്റെ ഒരു അംശമല്ല. സത്യമായിട്ടുള്ള സ്വപ്നം, സൽസ്വപ്നം എന്നുള്ളത് സിംബോളിക്കാണ് വരിക, നേർക്ക് നേരെ വരുന്നല്ല. പക്ഷേ ഇത് നേർക്ക് നേരെ വരിക. ഞാൻ ഒരിക്കലൊരു സുഹൃത്തുമായിട്ട് പരിചയപ്പെട്ടു. കൂരിട്ടാൻ അബു എന്നാണ് അയാളുടെ പേര്, മഞ്ചേരിക്കാരനാണ്. ഇപ്പോൾ ആളവിടെ ഉണ്ട് എന്തുണ്ട് എനിക്കറിയില്ല. പേരിലുള്ള സൂചന പോലെ തന്നെ ചെറിയ പണികളൊക്കെയാണ് ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയാണ്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കണ്ട. പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു.
ഒരു യാത്രയിൽ കക്ഷി പറയുന്നത് എന്ത് തന്നെ താൻ പറഞ്ഞോ അതുണ്ടാവുന്നതാണ്. ഈ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക കൂടെയുള്ള ആൾ കൂടെ ഉണ്ട്, മറ്റാളുണ്ട്. ഞങ്ങൾ 4 ആളാണ് പോകുന്നത്. മറ്റൊരു അഹമ്മദ് സുഹൃത്താണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഏകദേശം 1 മണിക്കൂർ നേരെ അയാളെ കാര്യങ്ങൾ പറഞ്ഞു, നടന്ന കാര്യങ്ങളൊക്കെ സാക്ഷി കൂടെയുള്ള ആളാണ്. കളവ് 2 ആളും പറയുന്ന ആൾക്കാരുമാണ്. ആ കാര്യത്തിൽ അവർ കളവല്ല പറയുന്നു, കളവ് പറയാറുണ്ടായിരിക്കും, പക്ഷെ അതിലവർ പറയുന്നില്ല. ഒരിക്കൽ പറഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് വണ്ടിയുടെ 3ാമത്തെ ടയർ, 4ാമത്തെ ബാക്കിലുള്ള ടയർ, ഇടത്ത് വശത്തുള്ള ടയർ പൊട്ടുമെന്ന് ഞാൻ പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പൊട്ടി. അയാൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ആ വണ്ടി കയറിയിട്ടുള്ളൂ, വണ്ടിയുടെ ടയറൊന്നും നോക്കിയിട്ടില്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അങ്ങനെയുള്ള കുറേ കഥകൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള അഹമ്മദി ആപ്പടെ പേടിച്ചിരിക്കുക, ഇച്ചങ്ങായിക്ക് മത്സരം എന്ത് മറുപടി ആയിരിക്കും പറയാം. അപ്പോൾ ഇത് ചില ആളുകൾക്ക് മനസ്സിൻ്റെ ഏകാഗ്രത നശിക്കുന്ന ആളുകൾക്ക് പലതിനെക്കുറിച്ചും ആലോചിച്ച് അവരുടെ സാധനം ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ കൃന്ന് വെച്ച് നിൽക്കും. യാദൃശ്ചികമായി അത് ശരിയായിട്ടുള്ള കാര്യങ്ങളിലാണ് നിൽക്കാറുള്ളത് ചിലത്. പക്ഷെ ആയിരക്കണക്കിന് നിൽക്കുന്ന സംഗതികളിൽ നടക്കുന്നത് മാത്രമാണ് അവർ നമ്മളോട് പറയാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇവിടുന്ന് കണ്ണൂർക്കുള്ള യാത്രയാണ്, മഞ്ചേരിയിൽ നിന്ന് കണ്ണൂർ വരെയുള്ളൊരു യാത്രയാണ്, ഒരു കാറിലാണ്. ഞാൻ പറഞ്ഞു അവിടെ എത്തുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു 20 കാര്യങ്ങൾ ഞാൻ പറയാം, അതുണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ ഒരു 4-5 എണ്ണം എന്തായാലും ഉണ്ടാവുന്നതാണ്. ഇത് ദൈവികമൊന്നല്ല, ഞാൻ വെറുതെ തൊള്ളയിട്ട് പറയണേ. അല്ലാത്തൊരു പരീക്ഷണം ദൈവികമായിട്ട് ഒരുത്തം വന്ന് എന്നോട് പറയണേ, അതിന് ഞാൻ വേറെ പരീക്ഷണത്തിന് എനിക്ക് കഴിയുമെന്ന് ഞാൻ നോക്കും, അല്ലെങ്കിൽ കഴിയുന്ന കൊണ്ടുവരും. പക്ഷേ ഇതിപ്പോൾ നീ പറയുന്നത് നിൻ്റെ പ്രകൃതത്തിലുണ്ടെന്നാണ്, എൻ്റെ പ്രകൃതത്തിലുണ്ട് അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 എണ്ണം പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ആ 3 അതേമാതിരി ഉണ്ടാവും ചെയ്തു. അതെന്ന് വെച്ചാൽ നമ്മളൊരു സംഗതിയെക്കുറിച്ച് ആലോചിച്ച് നമ്മളൊരു നിഗമനത്തിലെത്തും. അങ്ങനെ തന്നെയല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങിട്ട് വന്നതും ഇനി ഇവിടെ തിരിച്ചു പോകണമൊക്കെ അങ്ങനെ തന്നെയല്ലേ. പല ചിന്തകളുണ്ട്, പക്ഷെ ആ ചിന്തകളുടെ ഇടയിൽ നമ്മളൊരു ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും നമ്മൾ കരുതുന്നത് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതും നഫ്സാനിയായിട്ടുള്ള ഇൽഹാമിൻ്റെ ഒരു വശമാണ്. ഇത് സത്യമാണ്, പക്ഷെ അതിൽ പ്രത്യേകിച്ച് പുണ്യമുള്ള കാര്യമൊന്നുമല്ല. അത് ഒരു വൈഭവമോ അതല്ലെങ്കിൽ വൈശിഷ്ട്യമോ അതിലുണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇനി ഒരു ഇൽഹാം കൂടി ബാക്കിയുള്ളത് കളവ് ആയിട്ട്. ഇത് ഇത്രയും പറഞ്ഞ സത്യമായ ഇൽഹാമിൻ്റെ കാര്യങ്ങളാണെങ്കിൽ വ്യാജമായ ഇൽഹാമുകളുണ്ട്. വ്യാജമായ ഇൽഹാമുകൾ, ഒന്ന് ഷെയ്ത്താനി ഇൽഹാം. ഷെയ്ത്താൻ എപ്പോഴും നിഗമനം കൊണ്ട് പരിപാടിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഷെയ്ത്താൻ നമ്മൾ തന്നെയായി മാറും. ഇങ്ങനെ ആവാം അങ്ങനെ ആവാം എന്നൊക്കെ. ഇപ്പം ഡോക്ടർ അബ്ദുൽ ഹക്കീം ഖാൻ്റെ മരണത്തെക്കുറിച്ച് ഡോക്ടർ അബ്ദുൽ ഹക്കീം ഖാനും മസീമദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തിയപ്പോൾ കക്ഷി അതിൻ്റെ കൂടെ ചില കണക്കുകൾ ഒപ്പിച്ചിട്ട് ചില ഇൽഹാമുകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേരെ തിരികെ ചെയ്തത്. അപ്പോൾ ഒരു ഷെയ്ത്താൻ രൂപത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇൽഹാമുണ്ടായി മസീമദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഇൽഹാമിൽ മുഖാബല ചെയ്ത ആൾ, ഇൽഹാമിൽ മത്സരിച്ച ആൾ. അത് ഇന്നൊരു ആക്ഷേപമായിട്ട് മസീമദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ എതിരാളികൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇൽഹാമിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ അത് ഇനി ഒന്നും മനസ്സിലാക്കാത്തവനും അവിടെ തെളിവുകളുണ്ട്, അത് വേറെ കാര്യം. മറ്റൊന്ന്, അത് ചിലത് അധികവും ഈ പറയുന്ന സംഗതികൾ ബഹുഭൂരിപക്ഷവും കളവായിരിക്കും. ഏതെങ്കിലും ഒന്ന് അതിൻ്റെ ഇടയിൽ ശരിയായിട്ടും വരും. അങ്ങനെ ചില പുണ്യവാളന്മാരും ഔലിയാക്കൾ, എന്താണ് പറയാം, ഈ കുറുന്തോട്ടി ഔലികളൊക്കെ കാണലുണ്ട്. സാധാരണ ഔലിയല്ല, വാട്ടർ പാപ്പ, ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഇതൊക്കെ. കുറുന്തോട്ടി വരച്ചുന്ന പരിപാടിയാണ് മൂപ്പർക്ക്. അപ്പം അവിടെ പള്ളിപ്പുറത്തേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് കണ്ടാണ് ഞാൻ. ആളുടെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നാൽ കയ്യിട്ട് ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അയാൾക്ക് ചെറുപ്പത്തിൽ കുറുന്തോട്ടി വരച്ചിലായിരുന്നു പണി. പിന്നെ തല തിരിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാട്ടണമെന്ന്. ഔലിയപ്പാപ്പ അങ്ങനെ തൊട്ടാജി കഴിച്ചില്ലായി എന്നാണ്. അത് വെറുതെ ഉത്തിരിക്കലാണ്. ആ നേരത്തെ അറിയാതെ ഇങ്ങനെ കയ്യിട്ടൊന്നും ഇങ്ങനെ ആട്ടും. അത് വലിയ പുണ്യമായിട്ട് കൂട്ടിന്ന് അങ്ങനെ കിട്ടിയോ കഴിച്ചില്ലായി എന്നാണ്.